അപ്പോൾ എന്തായാലും ഞാനും ചാടാൻ പോവുകയാണ്. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ വാട്ടർ ക്രിസ്റ്റൽ 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 ക്ലിയർ. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇനി ചാടി നാണക്കേടാണ്. അപ്പൊ നമ്മൾ മലയാളികളെ അഭിമാനം കളയില്ല. ഗുഡ് നെയിം ജോസുവ ആണ് ഗൗരവക്കാരൻ കേട്ടോ. ആ കാണുന്ന ഐലൻഡിലാണ് ജീസസിന്റെ വലിയൊരു സ്റ്റാച്ചു ഒക്കെ ഉള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ ഹാരിസ് അമീർ അലി. ഞാനിപ്പോൾ ഫിലിപ്പൈൻസിലെ 100 ഐലൻഡ്സിലാണ് ഞാനുള്ളത്. അപ്പോൾ എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിൽ ഫിലിപ്പൈൻസിൻ്റെ കാഴ്ചകൾ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഷൂട്ടിംഗ് വർക്കുകൾ നടക്കുകയാണ്. അത് കാരണം കൊണ്ടാണ് എൻ്റെ പതിവ് വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്താൻ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വൈകുന്നത്. തുടർച്ചയായിട്ടുള്ള യാത്രകളും മറ്റും വീഡിയോസും എല്ലാമായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ പരമാവധി ഇവിടെ ഉള്ള ഈ ഒരാഴ്ച സമയം കൊണ്ട് പരമാവധി കാഴ്ചകൾ പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ലൈക്ക് ചെയ്യുക, വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. കാത്തിരിക്കുക ഫിലിപ്പൈൻസിൻ്റെ അടിപൊളി കാഴ്ചകൾ. മലയാളത്തിൽ ഇന്ന് വരെ ആരും ചെയ്യാത്ത രീതിയിലുള്ള ഫിലിപ്പൈൻസിൻ്റെ അറിവുകളും യാത്രാവിശേഷങ്ങളും ഭക്ഷണവിശേഷങ്ങളും ഇവരുടെ ജീവിതം എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് വരുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫിലിപ്പൈൻസിൻ്റെ ഭംഗി നിങ്ങൾക്കിത് കാണാലോ. ഫിലിപ്പൈൻസിൻ്റെ ഒരു ഭാഗത്തെ ഭംഗി, അതുപോലെ ഒരുപാട് ഭംഗികളും കൗതുകങ്ങളും ലോക മഹാ അത്ഭുതങ്ങളിലേക്ക് കയറിക്കൂടുന്ന ഒരുപാട് വിശേഷങ്ങളും ഫിലിപ്പൈൻസിൽ നിന്ന് നമുക്ക് കാണാം. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്കത് എത്രമാത്രം ആചാരനായാലും പറ്റില്ല. അത്രമാത്രമുണ്ട് പറയാനായിട്ട്. പക്ഷെ കണ്ടു തന്നെ മനസ്സിലാക്കുക. ഈ ഐലൻഡിൽ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ഐലൻഡിൽ ഒരുപാട് കടകളുണ്ട്. അപ്പോൾ നമ്മൾ വരുന്നിടത്ത് ഒരുപാട് സംഭവങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ജാമുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട്, മിഠായികളുണ്ട്, പല ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് കാണാൻ പറ്റും. എല്ലാ സ്ഥലങ്ങളിലും നമുക്കിത് കാണാവുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ്. എന്നിരുന്നാലും ഫിലിപ്പൈൻസിൽ വരുമ്പോൾ നമ്മൾ പ്രത്യേകം എടുത്ത് കാണിക്കുന്നതാണത്. അതുപോലെ വെള്ളം, ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന കാഴ്ച കാണാൻ പറ്റും. ഹലോ, ഹൗ ആർ യു? ഇതാണ് സ്റ്റൈല്. ചേട്ടനും ചേച്ചിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നിന്നിട്ടാണ് കച്ചവടം ചെയ്യണത്. അപ്പോൾ ഇവിടുത്തെ കടയിലെ കാഴ്ചകൾ ഇതാണത് ഫിലിപ്പൈൻസിലെ. ഗവർണേഴ്സ് ഐലൻഡിൽ വരുമ്പോൾ ഇവിടുന്ന് മുകളിലേക്കുള്ള സ്റ്റെപ്പുകളൊക്കെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഭംഗിയായിട്ട്. അപ്പോൾ ഇവരുടെ മുകളിൽ സ്ട്രിപ്പ് ലൈൻ നമുക്ക് കാണാം. അതായത് ഇതുപോലെ ലൈനിൽ നമ്മൾ സ്ട്രിപ്പ് ചെയ്തിട്ട് ഒരു ഐലൻഡിൽ നിന്ന് മറ്റു ഐലൻഡിലേക്ക് നമുക്ക് പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. 124 നിന്ന് 1 നമ്മൾ എത്തിയിട്ടുള്ളൂ. ഇവിടുന്ന് തുടങ്ങാൻ പോകുന്നുള്ളൂ. അപ്പോൾ തന്നെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മുകളിൽ ചെന്നിട്ട് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഐലൻഡ്സിൽ വരുമ്പോൾ
100 ഐലൻഡ്സ് എന്ന് പറഞ്ഞാൽ ഫിലിപ്പീൻസിൻ്റെ മാപ്പ് നിങ്ങൾ വേൾഡ് മാപ്പിൽ നിങ്ങൾ നോക്കുക. അതായത് ഫിലിപ്പീൻസ് എവിടെ കിടക്കണമെന്ന് വേൾഡ് മാപ്പിൽ നോക്കുക. അപ്പോൾ നമ്മൾ ഈ 100 ഐലൻഡ്സ് ഒക്കെ ഉള്ളത് സൗത്ത് ചൈന സീയുടെ ആ ഭാഗം, ഫിലിപ്പീൻസ് സീ, സൗത്ത് ചൈന സീ, അതിൻ്റെ ആ ഭാഗത്തിലാണ് ഈ ഐലൻഡ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 124 ഐലൻഡുകളുടെ ഒരു കാഴ്ച ഇവിടെ നിന്ന് കാണാൻ പറ്റും. പക്ഷേ 124 ഐലൻഡുകൾ ഒരുപാട് ഏരിയയിൽ വ്യാപിച്ച് കിടക്കുകയാണെങ്കിൽ ഒരുപാട് ഐലൻഡുകളൊക്കെ നമുക്ക് ഈ ഗവർണേഴ്സ് ഐലൻഡിൻ്റെ മുകളിൽ തട്ടിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഒത്തിരി ഹൈറ്റിലുള്ള ഇതിനകത്ത് സ്റ്റെപ്പ് പടികൾ കയറിയാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോൾ ഇത് ഓരോന്നും ഓരോ ഐലൻഡുകളാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ്, അങ്ങനെ നോക്കുമ്പോഴാണ് ഈ കാണുന്നത് അതൊന്ന് അടുത്തത് അങ്ങനെയാണ് 124 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആകാശ കാഴ്ച എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒത്തിരി ദൂരം സ്റ്റെപ്പുകൾ നടന്ന് മുകളിൽ കയറിയതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു വിഷ്വൽ കിട്ടുന്നത്. പിന്നെ അവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ വിരൽ നിങ്ങൾ സൂക്ഷിച്ചാൽ അവിടെ ഒരു സ്റ്റാച്ചു നിങ്ങൾക്ക് കാണാം. ആ സ്റ്റാച്ചു യേശുവിൻ്റെ ഒരു വലിയൊരു സ്റ്റാച്ചു, നമ്മൾ ലിബർട്ടി സ്റ്റാച്ചു എന്നൊക്കെ പറയുന്ന പോലെ ഇവിടുത്തെ വലിയൊരു യേശുവിൻ്റെ സ്റ്റാച്ചുവാണ് ആ വിരലിൻ്റെ അവിടെ കാണാവുന്നത്. ഇനിയിപ്പോൾ നമ്മളെ വണ്ടി ബോട്ട് അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അതും കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റെപ്പ് കയറിയിട്ട് ശരിക്കും കിതയ്ക്കുന്നുണ്ട്, നല്ല വെയിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. പ്രകൃതി മനോഹരമായിട്ടുള്ള ഈ ഒരു കാഴ്ച നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ഇത്തരം കാഴ്ചകൾ നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുന്നു. നല്ല വെയിലാണ്. ഈ സ്റ്റെപ്പുകൾ കയറിയാണ് നമ്മൾ മുകളിലേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗവർണേഴ്സ് ഐലൻഡിൽ നിന്ന് നമ്മൾ പോവുകയാണ്, അടുത്ത ഐലൻഡിലേക്ക് പോകുന്നു. ഇവിടെ ഒരുപാട് എല്ലാ ഐലൻഡുകളും ഈ 100 ഐലൻഡ്സ് എന്ന് പറഞ്ഞിട്ട് 100 ഐലൻഡ്സും കറങ്ങൽ ഒരിക്കലും ഒരു ദിവസം കൊണ്ട് സാധ്യമല്ല, 2 ദിവസം കൊണ്ട് സാധ്യമല്ല, 3 ദിവസം കൊണ്ട് സാധ്യമല്ല. പക്ഷേ ഇതിലൊക്കെ എല്ലാം പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐലൻഡ്സ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് വെച്ചാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻഡ്സ്. അപ്പോൾ അത്തരം ഐലൻഡുകളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ അത് പ്രകാരം നമ്മുടെ യാത്ര നമ്മൾ തുടരും. അപ്പോൾ ആ ഐലൻഡിലാണ് ജീസസ് ഒക്കെ ഉള്ളത്. നിങ്ങൾക്ക് കാണാം എൻ്റെ കൈയുടെ ഇതിനകത്ത് ജീസസിൻ്റെ സ്റ്റാച്ചു ആണ് അതുള്ളത്. ഫിലിപ്പൈൻസിലെ മാർക്കോസ് ഐലൻഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ മാർക്കോസ് ഐലൻഡിലെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് മാർക്കോസ് ഐലൻഡ് എന്ന്. മാർക്കോസ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗായകൻ മാർക്കോസ് അല്ല കേട്ടോ. 100 ഐലൻഡിലെ ഒരു ഐലൻഡിൻ്റെ പേരാണ് മാർക്കോസ് ഐലൻഡ്. അപ്പോൾ നമ്മൾ മാർക്കോസ് ഐലൻഡിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണാം മാർക്കോസ് ഐലൻഡിൻ്റെ ബോർഡ് കാണാം. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. നിലവിലിവിടെ എല്ലായിടത്തും ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ തന്നെയാണെങ്കിലും ഇവിടുത്തെ വാട്ടർ ക്രിസ്റ്റൽ ക്ലിയർ. അങ്ങനെ 3 ക്രിസ്റ്റൽ എന്ന് വേണമെങ്കിൽ പറയാം. വേറെ ഒന്നും കൊണ്ടല്ല, അത്രക്കും ക്രിസ്റ്റലാണ്. ഈ കാണുന്നതിൽ നിങ്ങൾ കാണുന്ന ഈ വാട്ടർ ഉണ്ടല്ലോ, വെള്ളമാണ് കേട്ടോ. ഈ വെള്ളം അങ്ങോട്ട് ബ്ലാക്ക് കളറിൽ കാണുന്നില്ല, കടലിൻ്റെ അടിയിലുള്ള സസ്യങ്ങൾ വളർന്നു നിൽക്കുന്നത്. ഇത് രണ്ടുമാണ് ഈ വ്യത്യാസം കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും പറയും സെൽഫി മോഡ് മാത്രമല്ല റിസ്ക് ഒന്ന് മാറ്റി പിടിക്കാൻ. സുഹൃത്തുക്കളെ പറയുന്ന സമയത്ത് മാത്രമാണ് സെൽഫി മോഡിലേക്ക് വരുന്നുള്ളൂ. ബാക്കി നമുക്കിനി കാഴ്ചകളിലേക്ക്. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എന്നോടൊപ്പം തന്നെ കണ്ട
ബീച്ചിനോട് ചേർന്ന് ക്രിസ്റ്റൽ ബോട്ടിൻ്റെ അടിത്തട്ട് വരെ കാണാം. ചില സ്ഥലത്തെ ആഴങ്ങളനുസരിച്ച് വെള്ളത്തിൻ്റെ കളറിലൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. പക്ഷേ ഇത് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. ബോട്ടിലൊക്കെ ഇരിക്കുന്ന സഹോദരങ്ങളൊക്കെ ടാറ്റ തരുന്നുണ്ട് ക്യാമറ ആയിട്ട് വരുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ വരുമ്പോൾ കാണാൻ കഴിയുന്നൊരു കാഴ്ച എന്ന് വെച്ചാൽ നമുക്കിതിവിടെ ഒരുപാട് ഇത് കണ്ടോ വെള്ളത്തിൻ്റെ ആ ക്ലാരിറ്റി നിങ്ങൾ നോക്കിയാൽ. ഇനിയിപ്പോൾ ഞാൻ ഈ സ്നോർക്കലിംഗ് കിറ്റൊക്കെ കെട്ടിയിട്ട് കടലിൻ്റെ അടിയിലേക്ക് ഒന്ന് പോവുകയാണത്. അപ്പോൾ അടിയിൽ നിന്ന് പറഞ്ഞാൽ സ്നോർക്കലിംഗ് ചെയ്യാവുന്ന ദൂരത്തിലേക്ക് പോന്നിട്ട് ആ കാണുന്ന ഇപ്പോൾ എൻ്റെ മുമ്പിൽ കാണുന്നുണ്ടല്ലോ ഈ കാണുന്ന പായലുകളൊക്കെ ഉണ്ടല്ലോ, ഈ കാണുന്ന പായൽ ഈ വിരൽ ചൂണ്ടിയൊക്കെ ഈ പായലുകളുടെ ഉള്ളിലേക്ക് നമുക്ക് സ്നോർക്കലിംഗ് കിറ്റുമായിട്ട് പോകാം. അപ്പോൾ ഓരോ സഞ്ചാരികളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇവിടേക്ക്. അപ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ മസ്റ്റാണ് വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ. അപ്പോൾ മാർക്കോസ് ഐലൻഡിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള ധാരാളം സഞ്ചാരികൾ ഓരോ മിനിറ്റിലും വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ 100 ഐലൻഡിൽ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇവിടെ അധികം തിരക്കൊന്നും കാണാത്തതെന്ന്. 100 ഐലൻഡിലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഓരോരുത്തരും പോവുകയാണത്. ചിലർ കുറച്ച് നേരം കൊണ്ട് 100 ഐലൻഡിൻ്റെ പരമാവധി സ്ഥലങ്ങൾ കണ്ടു തീർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ന് 3-4 ഐലൻഡുകൾ മാത്രമാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ എപ്പിസോഡുകൾ പല പല ഘട്ടങ്ങളായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ ആ പല പല ഘട്ടങ്ങളാകുമ്പോൾ നിങ്ങൾക്കും കുറേ കൂടി കണ്ട് ആസ്വദിക്കാൻ പാകത്തിനായിരിക്കും നമ്മളത് തയ്യാറാക്കുന്നത്. ഇതിവിടെ കുറച്ച് പേരൊക്കെ കുളിക്കുന്നത് കാണാം. ഇതൊരു ചെറിയൊരു കുട്ടി അവൻ്റെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാം. ഹലോ മോനെ, ഹലോ. അവൻ്റെ ഫാദറാണ് ഇവിടെ കാണുന്നത്. അവർ മക്കളെ കളിപ്പിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ഹലോ. വെള്ളത്തിൻ്റെ ക്ലാരിറ്റി ഈ കാഴ്ചകളിലേക്കൊക്കെ പോകുന്നത് വെള്ളത്തിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിന് സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അവൻ വരാൻ തയ്യാറല്ല. ഫിലിപ്പിനോ കുട്ടികളാണ് കേട്ടോ കളിക്കുന്നത്. Sakay na dito. Dito lang oh, dito. Akil, hi. Akil. Hi. Say hi. What is your name? Name. Your sweet name, please. Akil. Akil. Oh, good name. Joshua. ജോസുവ ആണ് ഗൗരവക്കാരനാണ് കേട്ടോ. മോനെ ജോസുവ. ഓയ് എന്തൊക്കെ അവർ പറയുന്നുണ്ട്. നമ്മുടെ സമയം കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളുടെ സഞ്ചാരികൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാ ഇവിടെ നിന്നുള്ള അവരെയും കൊണ്ടിട്ടുള്ള ബോട്ടുകൾ കടന്നു പോകുന്നു. വേറെയും ഒരുപാട് ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മാർക്കോസ് ഐലൻഡിനെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയാനാണ്, ഇത് തന്നെയാണ് പറയാനുള്ളതല്ല കാണാനുള്ളതാണത്. അപ്പോൾ മാർക്കോസ് ഐലൻഡിനെ കുറിച്ച് പറയുമ്പോൾ ഇതാ ഇവിടെ വലിയൊരു ബോർഡ് വെച്ചേക്കണ കാണാം. വെൽക്കം ടു മാർക്കോസ് ഐലൻഡ്. അതായത് മാർക്കോസ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ 100 ഐലൻഡ്സിൻ്റെ ഒരു ഭാഗമാണ്. 100 ഐലൻഡ്സ്. പങ്കസിന എന്ന് പറഞ്ഞൊരു പ്രൊവിൻസ്. നമ്മുടെ കേരളം എന്ന് പറഞ്ഞ പോലെ ആ ഒരു പ്രൊവിൻസ് ഇതാ. അപ്പോൾ പങ്കസിന നമ്മുടെ കൂടെ വന്നവരൊക്കെ മോളിലുണ്ട്. അപ്പോൾ ഇതാ യാത്രക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ മൊമെന്റിലും ഓരോരോ ഐലൻഡുകളുടെ യാത്രകൾ കഴിഞ്ഞിട്ടും ചാടിയിട്ട് നീന്തി വരുന്നതാണ്. അപ്പോൾ ഇത് അവിടെ ഏതൊരു കുഴിയുണ്ട്. ഈ മാർക്കോസ് ഐലൻഡിൽ ഈ കാണുന്ന മലയുടെ മുകളിൽ ഒരു കുഴിയുണ്ട് അടിയിൽ തട്ടിലേക്ക്. അതിലൂടെ ചാടി ഇപ്പുറത്ത് കൂടി കടന്നു വരുന്നവരാണ് ഈ കാണുന്നതെന്നാണ് പറയുന്നത്. അത് പ്രകാരം ഞാനും ചാടാൻ ഉറപ്പിച്ച്. അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ അടിയിൽ കൂടി ചാടി കടന്നു വരുന്നതാണ്. അപ്പോൾ ഇതാണ് മാർക്കോസ് ഐലൻഡിൻ്റെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ മാർക്കോസ് ഐലൻഡിനെ നമ്മൾ വിശദമായിട്ട് കാണാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ പോയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള കാഴ്ചകൾക്ക് ശേഷം നമുക്ക് വെള്ളത്തിൻ്റെ മുകൾ തട്ടിലെ കാഴ്ചകൾ കാണാം.
എങ്ങനെയുണ്ട് സ്നോർക്കലിംഗ് എക്സ്പീരിയൻസ്? നിങ്ങൾ കണ്ടതല്ലേ, ഇതാണ് കടലിൻ്റെ അടിയിലെ മത്സ്യങ്ങളെയും സസ്യങ്ങളും എല്ലാം നമുക്ക് കാണാം. റോക്ക് ഫിഷുകൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഫിഷുകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കടലിൻ്റെ അടിയിൽ കാണാം. പലപ്പോഴും പേടിയാവും ഈ സസ്യക്കൂട്ടത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ. നമുക്ക് എന്തോ ഭയങ്കര ഡീപ്പിൽ നിൽക്കുന്ന പോലെ ഉള്ളിൽ ചെറിയൊരു പേടിയൊക്കെ തോന്നിപ്പിക്കും. ഇനിയിപ്പോൾ ധൈര്യം കൂടിയിട്ടുള്ള പേടിയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മളിനി മുകളിൽ പോയിട്ട് ചാടാൻ പോവുകയാണ് കേട്ടോ. സ്നോർക്കലിംഗ് കിതയ്ക്കുന്നു. അപ്പോൾ നമുക്ക് മുകളിൽ പോയിട്ട് ചാടാം. എന്തോ ഒരു ഇത് കൊക്കെ എന്തോ കുളം എന്തൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് പോയിട്ട് നോക്കാം. ഓക്കെ. മാർക്കോസ് ഐലൻഡിലേക്ക് വരുമ്പോൾ ഇതാ തിരയിൽ കരയിലേക്ക് അടിഞ്ഞു കൂടിയിരിക്കുന്ന പവിഴപ്പുറ്റുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഒന്നും എടുത്തുകൊണ്ട് പോകാൻ പാടില്ല, ഇങ്ങനെ ഒരുപാട് അടിഞ്ഞു കിടക്കുന്ന കാണാം. അപ്പോൾ ഇതാ ഇതുപോലെ സൈഡ് പിടിച്ചിട്ട് മുകളിലേക്ക് നമുക്ക് ഈ മലയുടെ കുന്നിൻ്റെ മുകളിലേക്ക് കയറണം. സ്റ്റെപ്പുകളുണ്ട്. വളരെ വൃത്തിയുള്ള ബീച്ചാണ് കേട്ടോ. കാരണം വേറെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ മറ്റ് ഇതുകളോ ഒന്നുമില്ല. വളരെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പോകാം. അയ്യോ, മാർക്കോസ് ഐലൻഡിൽ കാണുന്ന ഈ ഹട്ടുകൾ പോലെ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടല്ലേ, ഇത് 600 പീസോ കൊടുത്തു കഴിഞ്ഞാൽ റെന്റിന് കിട്ടും. നമുക്ക് ഡ്രസ്സുകൾ വെക്കാനും ഫുഡ് അടിക്കാനും ഇനി റെസ്റ്റ് എടുക്കുന്നവർക്കും അടിച്ചു പൊളിക്കുന്നവർക്കും ഒക്കെ ഇത് ഉപയോഗപ്പെടുത്താം. 600 പീസോ കൊടുത്താൽ നമുക്കിത് അവൈലബിൾ ആണ്. പിന്നെ മുകളിൽ നിന്നുള്ള കാഴ്ച തന്നെ വളരെ മനോഹരമാണ്. കാരണം ഈ പവിഴപ്പുറ്റുകൾ നിറഞ്ഞ ഇതിൻ്റെ അകത്ത് കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത്. ഇത് കണ്ടാൽ തന്നെ അറിയാം വർഷങ്ങളോളം വെള്ളത്തിനടിയിലായിരുന്നിട്ടുള്ള ഒരു മലയാണ്, അല്ലെങ്കിൽ വർഷങ്ങളോളം വെള്ളത്തിനടിയിലായിരുന്ന ഒരു ദ്വീപായിരുന്നു എന്ന് വേണം പറയാനായിട്ടത്. അതിനുശേഷമാണ് ദ്വീപായിട്ട് രൂപാന്തരപ്പെട്ടത്. വർഷങ്ങളോളം വെള്ളത്തിനടിയിലുണ്ടായതിനു ശേഷം. കാരണം ഇവിടെയുള്ള പാറകളുടെയൊക്കെ ഘടന നമുക്ക് നോക്കിയാൽ കാണാം. എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് മസ്കറ്റിലെ മലനിരകളാണ്. അതിനും ഇതുപോലെ ഒരുപാട് വർഷങ്ങളോളം കടലിനടിയിൽ കിടന്ന ഒരു ഫീല് കിട്ടും. ഇത് മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്, നിങ്ങൾക്ക് കാണാം. നമ്മൾ വന്ന ബോട്ട് അടുപ്പിച്ച സ്ഥലം, പവിഴപ്പുറ്റുകൾ നിറഞ്ഞ പവിഴപ്പുറ്റുകൾ നിറഞ്ഞ സ്ഥലം കാണാം. കടലിലെ സസ്യങ്ങൾ കാണാം. ബോട്ട് ഒക്കെ കിടക്കുന്നതിൻ്റെ ക്ലാരിറ്റി എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. ഫിലിപ്പൈൻസിൻ്റെ കാഴ്ചകളും പ്രകൃതി ഭംഗിയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആവർത്തന വിരസത ഒരുപക്ഷെ ചിലർക്ക് തോന്നിയേക്കാം. കാരണം ഇത് മുൻകൂട്ടി തയ്യാറാക്കുന്ന സ്ക്രിപ്റ്റ് പ്രകാരം പറയുന്നതല്ല. കാണുന്ന കാഴ്ചകൾ ദൃശ്യയാത്ര വിവരണമാണ്. മുമ്പ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊന്നും ചിലപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഓർമ്മയുണ്ടായിരുന്നു വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നവർ സദയം ക്ഷമിക്കുക. കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക. എത്ര മനോഹരമാണെന്ന് നോക്കിയേ. ഇവിടുന്ന് ആ വെള്ളത്തെ എത്ര ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നുള്ളത് ഇവിടുന്ന് നോക്കി കാണാം. അതെ വെള്ളത്തിന്റെ ക്യാമറയിൽ നിന്ന് എത്രമാത്രം ക്ലിയർ ആണെന്ന് അറിഞ്ഞൂടാ. ഇതിന് മുകളിലുള്ള കാട്ടിലൂടെ താഴേക്ക് നോക്കുമ്പോൾ വെള്ളത്തിന്റെ ക്ലാരിറ്റി. നമുക്ക് നടന്നിട്ട് ചെന്ന് നോക്കിയിട്ട് ഇവിടെയാണ്. ഇതാണ് ഗുഹ. എൻ്റെ അമ്മേ, അതായത് ഇതൊരു ശരിക്കും പറഞ്ഞൊരു ഹൊറർ ഫിലിമിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സെറ്റപ്പാണ് കാണുന്നത്. അതായത് നമ്മൾ ആ കാണുന്ന മാർക്കോസ് ഐലൻഡിന്റെ മുകളിലൂടെ കയറി വരുമ്പോൾ പവിഴപ്പുറ്റ് കൊണ്ട് നിറഞ്ഞ ഒരു മലയാണിത്. ആ മലയുടെ മുകളിൽ നിറയെ ചെടികളൊക്കെ ഉണ്ട്. അതിന് താഴെയുള്ള ഒരു ഗുഹ, വളരെ വലിയൊരു ഗുഹ. ആ ഗുഹ പേടിപ്പെടുത്തും, ആർക്കും പേടി തോന്നുന്ന രീതിയിലുള്ള ഒരു ഗുഹയാണ്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അകത്ത് നിറച്ച് വവ്വാലുകളാണ്. നമ്മൾ ഈ ഗുഹയിൽ ഇത് വെള്ളത്തിലേക്ക് ചാടണം. വെള്ളത്തിലേക്ക് ചാടുമ്പോൾ ഇതിന്റെ അടിയിലൂടെ നമുക്ക് കടലിലേക്ക് എത്താൻ പറ്റുമെന്നാണ് പറയണത്. എത്തിയില്ലെങ്കിൽ ജഗതി ചേട്ടൻ പറഞ്ഞ പോലെ എന്താ കിട്ടിയാലും ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടിന്ന. ഇതിവിടെ ചട്ടിയല്ല, കിട്ടിയില്ലെങ്കിൽ പെട്ടിയായിരിക്കും. എനിവേ എന്തായാലും ചാടാൻ തീരുമാനിച്ചു. ഫിലിപ്പൈൻസിൽ വന്നിട്ട് ഒരു സാഹസികതയ്ക്ക് എന്തായാലും മുതിരാൻ തന്നെ കണക്കാക്കി ഞാൻ ചാടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഗുഹ. അപ്പോൾ ലോകമെമ്പാടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്നല്ല, ഇത് കാണുമ്പോൾ നിങ്ങൾ എന്നെ
വീഡിയോക്ക് വേണ്ടി എന്ത് സാഹസികത്തിനും മുതിരരുതെന്ന്. ഇപ്പൊ തന്നെ ഒരുപാട് പഴികൾ ഞാൻ കേൾക്കുന്നുണ്ട്. ചില ഭക്ഷണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലരും ഭയങ്കരമായിട്ട് കുറ്റം പറയുന്നുണ്ട്. ഇപ്പൊ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? പലരും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അത് കഴിച്ച് ഇത് കഴിച്ച് പുഴു കഴിച്ച് ചേരട്ട കഴിച്ച് പുഴു കഴിച്ച് പാമ്പ് കഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ രാജ്യത്തുള്ള ഭക്ഷണ സംസ്കാരങ്ങൾ നമ്മൾ കാണിക്കുന്നതാണ്. അതെന്നും കഴിക്കണമെന്നില്ല. അപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിൽ നമ്മളത് കാണിക്കുന്നതാണെന്നുള്ളൂ. ഇനി നമ്മുടെ വിഷയം അതല്ല. എന്താ വവ്വാലുകൾ നിറഞ്ഞ ഗുഹ, ശരിക്കും ഹൊറർ ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം മുകളിൽ നിറയെ വവ്വാലുകൾ അവിടെയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമുക്കിത് താഴേക്ക് ചാടാം. ഇതെവിടെ നമ്മുടെ ബോബി ബായ് നമുക്ക് വേണ്ടി ആദ്യം ചാടുന്നു. അപ്പൊ ആദ്യം ഹാരിസ് ബായ് ചാടുന്നാണ് പറയണത്. പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരുപാട് വവ്വാലുകള് ഇങ്ങനെ സൗണ്ടൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കാം. അത് മാത്രല്ല ഇത് ഒരു വല്ലാത്തൊരു ഫീൽ അതിനകത്ത്. കുറച്ച് ഡാർക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രാക്കുള കോട്ട പോലെയാ, നിറയെ വവ്വാലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതിനൊരു പേടിപ്പെടുത്തലുണ്ട് ശരിക്കും കേട്ടോ, അല്ലേ? ഭയങ്കരമായിട്ട്. എത്തിക്കഴിഞ്ഞു. ഇത് ചാടാനും എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ ഇപ്പോൾ ഓരോരുത്തർ കാണാൻ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ മാത്രമേ ഉണ്ടായുള്ളൂ. ലഞ്ച് ടൈമൊക്കെ ആയിരുന്നു. അപ്പോൾ ധാരാളം സഞ്ചാരികളുണ്ട്, അവരൊക്കെ ചാടിക്കൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും ഞാനും ചാടാൻ പോവുകയാണ്. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ.